So hi guys and welcome to today's video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾ 21 പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 21 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡസ് ആർട്ടിക്കിൾ 21 ഇൻക്ലൂഡ് റൈറ്റ് ടു ഡിജിറ്റൽ ആക്സസ്. ഫസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് ടോപ്പിക്. അപ്പോൾ പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതേപോലെ ഗവർണൻസിൻ്റെയും അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. Okay, so first we'll look on to the background of this news. So ഈ ഒരു ഏപ്രിൽ 30 നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞിരുന്നു, said that the right to digital access is now part of Article 21 of the Constitution, which protects the right to life and liberty. So Article 21 എന്താണെന്ന് നമുക്കറിയാമല്ലേ. സോ ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ട് ഇൻ നമ്മുടെ പാർട്ട് 3 ഉള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീസ് ദി റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമ്മുടെ ഒരു ലക്ഷ്മികാന്തിൻ്റെ ഒരു ലാംഗ്വേജിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ എന്നുള്ളതാണ്. സോ ഈ ഒരു റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ലൈക്ക് ഈ ഒരു 30 നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞത്, ഈ ഒരു റൈറ്റ് ടു ഡിജിറ്റൽ ആക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ടിക്കിൾ 21 ഒരു പാർട്ട് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, വിച്ച് പ്രൊട്ടക്ട്സ് ദി റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. സോ ഈ ഒരു ഡിസിഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദർ വാസ് എ കേസ് വെർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് വെർ ബീങ് ലെഫ്റ്റ് ഔട്ട് ബിക്കോസ് ദേ കുഡൻറ്റ് മീറ്റ് കറണ്ട് KYC റൂൾസ്. KYC നമുക്കറിയാം, നോ യുവർ കസ്റ്റമർ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രൂവ് ഹൂ യു ആർ. ഇത് മെയിനായിട്ട് ഇത് വേണ്ടത് ടു ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്സ് ഓർ യൂസ് ഡിജിറ്റൽ സർവീസസ്. അവിടെയാണ് KYC കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ കോർട്ട് പറഞ്ഞത്, ഇന്നത്തെ ഒരു വേൾഡിൽ ബീയിങ് ഏബിൾ ടു ആക്സസ് ഡിജിറ്റൽ സർവീസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ലൈക്ക് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. സോ ഇപ്പോൾ എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ആക്സസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് ദ ഗവൺമെൻറ് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നോബഡി ഈസ് എക്സ്ക്ലൂഡഡ് എന്നുള്ളതാണ്. So next we'll look some points under the topic legal protections for person with disabilities. സോ ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, അതായത് ത്രൂ അവർ പ്രിയാമ്പിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സേസ് ദാറ്റ് ഗവൺമെൻറ് മസ്റ്റ് ട്രീറ്റ് എവരി വൺ ഈക്വലി, അല്ല, ഇൻക്ലൂഡിങ് ദി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. സോ ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ ലോ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്, വിച്ച് ഈസ് ദി റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. Following the international rules and which came from the UN Convention on Right of Person with Disabilities. So ഈ ഒരു ലോ കാണുന്നത്, ലൈക്ക് ഇറ്റ് സീസ് ഡിസബിലിറ്റി നോട്ട് ജസ്റ്റ് ആസ് എ മെഡിക്കൽ ഇഷ്യൂ ബട്ട് ആസ് എ റിസൾട്ട് ഓഫ് ബാരിയേഴ്സ് ഇൻ ദി സൊസൈറ്റി. ഓക്കെ, പിന്നെ ഈ ഒരു ലോയിലുള്ള സെക്ഷൻ 42 പ്രകാരം എല്ലാ മീഡിയാസും, അതായത് ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഇറ്റ് മസ്റ്റ് ബി ആക്സസബിൾ ടു PWDs. Like there must be audio descriptions, sign language and captions so that everyone can understand the content. ഓക്കെ, എല്ലാവർക്കും ആ ഒരു കോണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ദർ മസ്റ്റ് ബി എ സ്പെഷ്യൽ ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ് വേണം, അതേപോലെ ഒരു സൈൻ ലാംഗ്വേജും ക്യാപ്ഷൻസും ഒക്കെ വേണമെന്ന് ഈ ഒരു സെക്ഷൻ 42 അണ്ടറിൽ പറയുന്നുണ്ട്. സോ ഓൾ ഡിജിറ്റൽ ടൂൾസ് ആൻഡ് സർവീസസ് മസ്റ്റ് ഫോളോ യൂണിവേഴ്സൽ ഡിസൈൻ, അതായത് വിച്ച് മീൻസ് ദേ ഷുഡ് വർക്ക് ഫോർ എവരി വൺ ഇൻക്ലൂഡിങ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു KYC റൂൾസിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാനുണ്ട്, ആൻഡ് ഹൗ ദേ എഫക്ട് ദ പീപ്പിൾ. സോ വീൽ ലുക്ക് ഓൺ ടു ദി മാൻഡേറ്ററി നേച്ചർ ഓഫ് KYC ആൻഡ് ദ ഡിജിറ്റൽ വെരിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. സോ നമ്മൾ 2002 ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിൻ്റെ ഒരു 2005 റൂളുണ്ട്, വിച്ച് സേസ് ദാറ്റ് ഈ ഒരു നോ യുവർ കസ്റ്റമർ KYC ചില സർവീസസിന് വളരെ മാൻഡേറ്ററി ആണ്. അത് ഏതൊക്കെ സർവീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബാങ്കിങ് ആണ്, പിന്നെ മൊബൈൽ സർവീസ്, ടെലികോം സർവീസ് ആണ്, പിന്നെ പെൻഷൻ, ഇൻഷുറൻസ്, അതേപോലെ ഗവൺമെൻറ് ബെനിഫിറ്റ് സ്കീംസ്. അപ്പോൾ ഒരു RBIയുടെ 2016 ഒരു KYC മാസ്റ്റർ ഡയറക്ഷൻ ഗീവ്സ് ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ഫോർ KYC. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് സംതിങ് കോൾഡ് കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ്, ഒരു CDD. ബേസിക്കലി അത് കസ്റ്റമറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു CDD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള ഒരു ക്ലോസ് 8 പ്രകാരം വിച്ച് അലൗസ് എ വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് വി ക്യാൻ അപ്ലോഡിങ് എ സെൽഫി,
പിന്നെ ഗിവിങ് എ ഡിജിറ്റൽ ഓർ ഫിസിക്കൽ സിഗ്നേച്ചർ, അതേപോലെ റീഡിങ് എ റാൻഡംലി ഫ്ലാഷിംഗ് കോഡ് ഓൺ ദ സ്ക്രീൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ ടു പ്രൂവ് ദാറ്റ് ഇഫ് യു ആർ റിയൽ ആൻഡ് അലേർട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഫ്ലാഷിംഗ് കോഡ് ഉപയോഗിക്കുന്നത്. റീഡിങ് എ റാൻഡംലി ഫ്ലാഷിംഗ് കോഡ് ഓൺ ദ സ്ക്രീൻ. അതേപോലെ പിന്നെ ഒരു വെരിഫിക്കേഷൻ വിത്തിൻ 30 സെക്കൻഡ്സ്, അതായത് ഒരു വൺ ടൈം പാസ്വേഡ് വിച്ച് ഈസ് OTP. സോ ഈ സ്റ്റെപ്സ് ഒക്കെ ചില ആൾക്കാർക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, എസ്പെഷ്യലി വിത്ത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, വിച്ച് ഈസ് വൈ ദ സുപ്രീം കോർട്ട് ഈസ് നൗ പുഷിംഗ് ഫോർ മോർ ഇൻകൾസീവ് ഡിജിറ്റൽ ആക്സസ്. So next we will look on to the digital exclusion of PWDs under the current KYC system. സോ ഈ ഒരു കേസ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത കേസ്, ഇറ്റ് വാസ് ഫയൽഡ് ബൈ സം ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് ആൻഡ് പീപ്പിൾ ഹു ആർ ബ്ലൈൻഡ് ഓർ വളരെ ലോ വിഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്ത് പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ഈ ഒരു നോ യുവർ കസ്റ്റമറിൻ്റെ ഈ ഒരു KYCയുടെ കുറച്ച് സ്റ്റെപ്സ് എല്ലാവർക്കും ആക്സസബിൾ അല്ല, എസ്പെഷ്യലി ഫോർ ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു ഫ്ലാഷ് കോഡ് റീഡ് ചെയ്യണം സ്ക്രീനിൽ വരുന്നത്, അതൊക്കെ ഒരു KYC പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അത് ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. സോ ഇവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. ആൻഡ് ചിലപ്പോൾ ചില സമയങ്ങളിൽ സെൽഫി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സിഗ്നേച്ചർ നമ്മൾ ഇടേണ്ടി വരും, റൈറ്റിംഗ് സിഗ്നേച്ചർ. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ആൻഡ് വേറൊരാളുടെ സഹായം ഇല്ലാതെ ഇവർക്ക് ചിലപ്പോൾ ഫോമും കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ. സോ ഇറ്റ് വിൽ ബി ഹാർഡ് വിതൗട്ട് പ്രോപ്പർ ഗൈഡൻസ്. സോ വാട്ട് ആർ ദ ഇഷ്യൂസ് വിത്ത് KYC ആപ്സ്? സോ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ പ്രശ്നമാണ്. സോ മോസ്റ്റ്ലി ആപ്സ് ഡോണ്ട് വർക്ക് വെൽ വിത്ത് സ്ക്രീൻ റീഡേഴ്സ്. അതായത് ഇപ്പോൾ ബ്ലൈൻഡ് പീപ്പിളിനെ അത് നേരെ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദേ ഡോണ്ട് വർക്ക് വെൽ. ആൻഡ് പ്രോപ്പറായിട്ടുള്ളൊരു ഓഡിയോ ഗൈഡൻസോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലേ? ദർ ഇസ് നോ ഓഡിയോ ഗൈഡൻസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ടു ഡു. അതേപോലെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ല ഇവർക്ക് വേണ്ടിയിട്ട്. സോ വേറെ മേജർ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് തമ്പ് ഇംപ്രഷനാണ്. ദേ ആർ നോട്ട് ആക്സെപ്റ്റഡ് ഫോർ ഗെറ്റിംഗ് പാൻ കാർഡ്സ്, അല്ലേ? പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തമ്പ് ഇംപ്രഷൻ ദേ ആർ നോട്ട് അക്സെപ്റ്റഡ്. പിന്നെ ഈ ഒരു ആധാർ ബയോമെട്രിക് സിസ്റ്റത്തിൽ ദേ ഡോണ്ട് ഹാവ് ടെക്സ്റ്റ് ടു സ്പീച്ച് ഓർ എ വേ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ടു ചെക്ക് വാട്ട് വാസ് ക്യാപ്ചേർഡ്. ആൻഡ് ഈ ഒരു RBI ഡസൻറ്റ് അലോ പ്രോംപ്റ്റിംഗ്, അതായത് ഒരു KYC ചെയ്യുമ്പോൾ ഹെൽപ്പിംഗ് സം വൺ ഡ്യൂറിങ് വീഡിയോ KYC, അത് അലൗഡ് അല്ല. വിച്ച് മീൻസ് PWDs കാൺ ഗെറ്റ് അസിസ്റ്റൻസ് ഈവൻ ദേ നീഡഡ് ഇറ്റ്. സോ എന്തുകൊണ്ടാണ് ഇത് മാറ്റർ എന്ന് ചോദിച്ചാൽ, ഈ ഒരു റൂൾസ് ആർ എക്സ്ക്ലൂഡിങ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഫ്രം ബേസിക് സർവീസസ് ലൈക്ക് ബാങ്കിങ്, പെൻഷൻ ആൻഡ് മൊബൈൽ ഫോൺസ് വിച്ച് എവരി വൺ നീഡ്സ് ഇൻ ഡെയിലി ലൈഫ്. So now we'll be discussing about the Supreme Court's verdict and a broader constitutional mandate. സോ 2024 ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് ഒരു രാജീവ് റട്ടൂരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അവിടെ സുപ്രീം കോർട്ട് കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഈ നമ്മുടെ ആർട്ടിക്കിൾ 21 പറയുന്ന ഒരു റൈറ്റ് ടു ലൈഫ്, ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡത്തിൻ്റെ ഒരു പാർട്ടാണ്, ബേസിക് പാർട്ടാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് എന്നാണ് കോർട്ട് പറഞ്ഞത്. സോ ഇത് പ്രകാരം എല്ലാവർക്കും, ഇൻക്ലൂഡിങ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, മസ്റ്റ് ബി ഏബിൾ ടു ആക്സസ് സർവീസസ് ആൻഡ് മൂവ് ഫ്രീലി വിതൗട്ട് ബാരിയേഴ്സ് എന്ന് കോടതി പറഞ്ഞു. സോ ഈ ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ, COVID-19 വന്നപ്പോൾ ദ കോർട്ട് ഹാഡ് ഓൾറെഡി സെറ്റ് ദാറ്റ് ഡിജിറ്റൽ സർവീസസ്, അതായത് ഈ ഒരു വാക്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അല്ലേ? സോ ദാറ്റ് മസ്റ്റ് ബി ആക്സസബിൾ ഫോർ ഓൾ. അപ്പോൾ ഈ കേസിൽ ദ കോർട്ട് സെറ്റ് ദാറ്റ് ഡിജിറ്റൽ KYC എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്. ബാരിയേഴ്സ് വയലേറ്റ്. So, okay, in this case, the court said that digital KYC barriers violate the UN Convention on the Right of Persons with Disabilities. ഓക്കെ, നമ്മൾ UN Convention with the Right to Disabilitiesനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? വിച്ച് ഈസ് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മുടെ ഒരു പ്രിയാമ്പിളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം ദാറ്റ് ഗവൺമെൻറ് മസ്റ്റ് ട്രീറ്റ് എവരി വൺ ഈക്വലി, അല്ലേ, ഇൻക്ലൂഡിങ് ദി PWDs. ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ ലോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ഒരു 2016 റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് വിച്ച് ഫോളോസ് ദി ഇൻ്റർനാഷണൽ റൂൾ ഫ്രം ദി UN കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, സോ
ഈ ഒരു KYC ബാരിയേഴ്സ് വയലേറ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു UN കൺവെൻഷൻ്റെ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. അതേപോലെ ഈ ഒരു ആക്ട് 2016 ആ ഒരു റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ ആക്ടിനെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇക്വാലിറ്റിയും, അതേപോലെ ഇക്വാലിറ്റി വിച്ച് ഓഫേഴ്സ് ആർട്ടിക്കിൾ 14 ആണ് ഇക്വാലിറ്റിയെ പറ്റി പറയുന്നത്. സോ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 15 വിച്ച് ഇസ് നോ ഡിസ്ക്രിമിനേഷൻ, ആൻഡ് ലൈഫ് ആൻഡ് ലിബർട്ടി വിച്ച് ഇസ് ആർട്ടിക്കിൾ 21, അതേപോലെ ആർട്ടിക്കിൾ 38 വെൽഫെയർ ഫോർ ഓൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇതിനെല്ലാം വയലേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കീ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കീ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, കോർട്ട് പറഞ്ഞു, അതായത് ഒരു സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി which means giving extra support to those who needed it so that everyone has a fair chance. ഓക്കെ, ഒരു സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റിയെ പറ്റിയിട്ട് കോർട്ട് പറഞ്ഞിരുന്നു, മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് കോർട്ട് ഓർഡേഡ് ചേഞ്ചസ് ടു ദി കറണ്ട് ഡിജിറ്റൽ KYC റൂൾസ് ടു മേക്ക് ദം മോർ ഇൻക്ലൂസീവ്. അതേപോലെ ഈ ഒരു കോർട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിജിറ്റൽ ബാരിയേഴ്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. അതായത് റൂറൽ ഏരിയയിലുള്ള പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൽഡർലി പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പുവർ ആയിട്ടുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് പീപ്പിൾ ഹു സ്പീക്ക് റീജിയണൽ മൈനോറിറ്റി ലാംഗ്വേജസ്. സോ ഇവരൊക്കെ ഈ ഒരു KYC റൂൾസൊക്കെ അവരെ ഭയങ്കരധികം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ സുപ്രീം കോർട്ട് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ ഡിജിറ്റൽ സർവീസസ് മസ്റ്റ് ബി ആക്സസിബിൾ ടു ഓൾ, ആൻഡ് ദ ഗവൺമെൻറ് മസ്റ്റ് ഫിക്സ് ദി KYC സിസ്റ്റം സോ ദാറ്റ് നോ വൺ ഈസ് ലെഫ്റ്റ് ഔട്ട്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു റീസെൻറ്റ് റൂളിംഗ് ഹൈലൈറ്റഡ് ദാറ്റ് ഈ ഒരു ഡിജിറ്റൽ ആക്സസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 അണ്ടറിലൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, എസ്പെഷ്യലി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. സോ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു KYC നോംസ്, ദേ ആർ ഓഫൺ എക്സ്ക്ലൂഡ് PWDs ഡ്യൂ ടു ഇൻആക്സസിബിൾ ടെക്നോളജീസ് ആൻഡ് വെരി റിജിഡ് റൂൾസ്. സോ ഈ ഒരു ബാരിയേഴ്സൊക്കെ കോടതി റെക്കഗ്നൈസ് ചെയ്തിട്ട് കോടതി പറഞ്ഞു ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിൻ്റെയും അതേപോലെ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വയലേഷൻ കോടതി പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ് ദ കോർട്ട് ഹാസ് കോൾഡ് ഫോർ ഇൻക്ലൂസീവ് ഡിജിറ്റൽ റിഫോംസ്. സോ ഈ ഒരു മൂവ് ഇറ്റ് നോട്ട് ഓൺലി പ്രൊട്ടക്ട്സ് ദി റൈറ്റ് ഓഫ് PWDs, പക്ഷേ നമ്മുടെ റൂറൽ ആയിട്ടുള്ള യൂസേഴ്സിനെയും അതേപോലെ എൽഡർ പീപ്പിളിനെയും അതേപോലെ എക്കണോമിക്കലി വീക്കർ ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെയും ഒക്കെ ദേ എൻഷുർ ഈക്വൽ ആൻഡ് ഡിഗ്നിഫൈഡ് ആക്സസ് ഫോർ ഓൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂസിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ട്. ദെൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.